ഈ വർഷത്തെ തീർത്ഥാടനം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമല ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അതോടെ സർക്കാരും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും താറുമാറായി. വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങിയപ്പോഴേ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്തു എന്നത് വരാനിരിക്കുന്ന തിരക്കിന്റെ സൂചനയായിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇത് തിരിച്ചറിയാനോ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താനോ കഴിഞ്ഞില്ല. തീർത്ഥാടകർക്കുണ്ടായ വിവരണാതീതമായ ദുരിതമായിരുന്നു ഫലം. തിരക്കിൽപ്പെട്ട് പലർക്കും ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി. പലരും കുഴഞ്ഞു വീണു. കുട്ടികൾ കൂട്ടം തെറ്റി. പ്രാഥമിക സൗകര്യങ്ങൾ പോലും വേണ്ടത്ര കിട്ടാതെ തീർത്ഥാടകർ വലഞ്ഞു. തിങ്കളാഴ്ച മുതൽ തന്നെ ഈ കാനന ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന പ്രവാഹമായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ നിലയ്ക്കലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു. തിരക്ക് മൂലം നടപ്പന്തലിൽ നിന്ന് തീർത്ഥാടകരെ 18-ാം പടി വഴി കടത്തിവിടാൻ താമസമുണ്ടായി. 8 മുതൽ 10 മണിക്കൂർ വരെയാണ് അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കേണ്ടി വന്നത്. മുന്നൊരുക്കങ്ങളുടെ അഭാവമാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് പുതുതായി ചുമതലയേറ്റ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിച്ചു. അതോടെ വാചക കസർത്തിനപ്പുറം മുൻ ബോർഡ് കാര്യമായൊന്നും ചെയ്തില്ലെന്നും വ്യക്തമായി. ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രാധാന്യവും വർഷം തോറും അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്കും ഓരോ വർഷവും നേരിടുന്ന പ്രശ്നങ്ങളും ആർക്കും അറിയാത്തതല്ല. എന്നിട്ടും അവിടെ എത്തുന്ന ഭക്തർക്ക് നൽകുന്ന സേവനങ്ങളെല്ലാം തോന്നുംപടിയാണ്. ഒരു മാറ്റവും ഇല്ല. ആകെ കൂടി ഓരോ വർഷവും പുതുതായി ഉണ്ടാകുന്നത് അമ്പരപ്പിക്കുന്ന അഴിമതി കഥകൾ മാത്രം. വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും വഴിയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും തിരക്ക് നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. വെർച്വൽ ക്യൂ വഴി ദിവസം 70,000 പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ 20,000 പേരും. പക്ഷേ വിശ്വാസി മനസ്സുകൾക്ക് അയ്യപ്പ ദർശനം മാത്രമാണ് ലക്ഷ്യം. അവർ ദർശനത്തിനായി ഒഴുകിയെത്തും. അത് മുൻകൂട്ടി കാണേണ്ടത് ദേവസ്വം ബോർഡാണ്, സർക്കാരാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും ദീർഘയാത്ര ചെയ്ത് പലവിധ കഷ്ടപ്പാടുകൾ സഹിച്ച് മണിക്കൂറുകൾ വരി നിന്ന് അയ്യപ്പ ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരുന്ന അവസ്ഥ എത്ര ഹൃദയഭേദകമായിരിക്കും. ശബരിമലയിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശാലമായ കാഴ്ചപ്പാടാണ് വേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയൊരു ഭാഗം തീർത്ഥാടകർ എത്തുന്നത്. ശബരിമലയിൽ എത്തിച്ചേരാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കണം. അതിന് ചുറ്റുമുള്ള ചെറുപട്ടണങ്ങളുടെ അവസ്ഥ പരിഗണിക്കണം. കാലാവസ്ഥാ മാറ്റങ്ങൾ കണക്കിലെടുക്കണം. അതിനനുസരിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന നല്ല റോഡുകൾ ഉണ്ടാക്കണം. ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. പല ഭരണാധികാരികളും കരുതുന്നത് പോലെ ഭണ്ഡാരം മാത്രം ലക്ഷ്യമിട്ടല്ല തീർത്ഥാടകർ വരുന്നത്. അയ്യപ്പ ദർശനം അവരുടെ ജന്മസാഫല്യമാണ്. ആ വികാരം കൂടി അധികൃതർ കണക്കിലെടുക്കണം. ശരിയാണ്, രാജ്യത്തെ തിരക്കേറിയ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയ്ക്ക് ചില പരിമിതികളുണ്ട്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലമല്ല ഇവിടെ. പരിമിതമായ സമയത്തിനുള്ളിൽ പരമാവധി പേർ എത്തുന്നുവെന്ന സവിശേഷതയുണ്ട്. കൂടാതെ ഇതൊരു കാനന ക്ഷേത്രമാണ്. സംരക്ഷിത വനപ്രദേശത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഭൂമി കണ്ടെത്താനും മറ്റും നിയമപരവും പ്രായോഗികവുമായ വിഷമങ്ങളുണ്ട്. പോരാത്തതിന് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കണക്കിലെടുക്കണം. എങ്കിലും നിലവിലെ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അധികാരികൾക്കുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ വാർത്തകളൊക്കെ താൽക്കാലിക പ്രതികരണം മാത്രമേ എല്ലാവരിലും ഉണ്ടാക്കുന്നുള്ളൂ എന്നതാണ് ദുഃഖകരവും ആശങ്കാജനകവുമായ കാര്യം. സ്വർണ്ണപ്പാളി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുകൾ, ദേവസ്വം ബോർഡിന്റെ ചുമതലാ മാറ്റം, മുന്നൊരുക്കങ്ങളിലെ പാളിച്ചകൾക്ക് വിശദീകരണങ്ങൾ വന്നു തുടങ്ങി. ഇത്രയധികം പേർ എത്തിച്ചേരുന്നൊരിടത്ത് ഒരുക്കേണ്ട സുരക്ഷയിൽ വന്ന വീഴ്ച വിശദീകരണങ്ങളിലും ഒഴിവുകഴിവുകളിലും വ്യാഖ്യാനങ്ങളിലും മൂടിവെക്കേണ്ട കാര്യമല്ല. തെറ്റുകൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തിരുത്താൻ വേണ്ട നടപടികളാണ് ആവശ്യം. പാളിച്ചകളുണ്ടെന്ന് ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് തിരിച്ചറിഞ്ഞത് എന്തായാലും നല്ല കാര്യമാണ്. സ്ഥാനചലനം മനസ്സിലാക്കി മുൻ ഭരണസമിതി കുറ്റകരമായ അനാസ്ഥ കാണിച്ചെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ പ്രസിഡന്റിന്റെ തിരിച്ചറിവ്. ദ്രുതകർമ്മ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും എത്തിയില്ല എന്നത് കാര്യങ്ങൾ വഷളാക്കിയെന്നാണ് റിപ്പോർട്ട്. ഭക്തരെ 18-ാം പടി കയറ്റിവിടാൻ നിയോഗിച്ച പോലീസുകാരുടെ പരിചയക്കുറവും തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ ചെല്ലുമ്പോഴേക്ക് ദേശീയ സേന ബീഹാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയെന്നാണ് വാർത്തകൾ. സേന ഇന്നെത്തുമെന്ന് അധികൃതരുടെ വിശദീകരണവും കണ്ടു. പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും നിർത്തി സർക്കാരിതര സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരക്ക് ഇനിയും കൂടും. വേണ്ടത് ചെയ്യാൻ ഒരു ദുരന്തത്തിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല.